ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു, കുറച്ച് ഒരു ഭാഗം മാത്രം, കുറച്ച്. അത് ഇതുപോലെ ഒരു വീഡിയോ പുറത്ത് വരേണ്ടതായിരുന്നു, അതും 1 വർഷത്തിന് മുൻപേ പൂക്കോട് വെറ്റിനറി കോളേജിൽ നിന്ന്. അവൻ്റെ അലർച്ച ആ കോളേജ് മുഴുവൻ കേട്ടിരുന്നു. അന്ന് ആരെങ്കിലും ഒരാൾ പ്രതികരിച്ചിരുന്നുവെങ്കിൽ. ഈ SFI ഗുണ്ടകൾ തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത്. ആ കോളേജിൽ ഒരു സംഘടനയേ ഉള്ളൂ, വിദ്യാർത്ഥി സംഘടന SFIയുടെ. ഒരു അധ്യാപക സംഘടനയേ ഉള്ളൂ, അതും അനുകൂല സംഘടന. അപ്പോൾ ആരുടെ സംരക്ഷണയിലാണ് ഈ കുട്ടികൾക്ക് ഇത്രയും ധൈര്യം ഉണ്ടാകുന്നത്? ധൈര്യം ഉള്ളിടത്തോളം കാര്യം, അതായത് സംരക്ഷണം കൊടുക്കാം എന്ന ധൈര്യം ഉള്ളിടത്തോളം കാലം ഈ റാഗിങ് നടന്നുകൊണ്ടിരിക്കും. പിന്നെ സിദ്ധാർത്ഥന്മാരും ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ഈ കുട്ടിക്ക് അതും എന്തോ ഒരു ഭാഗ്യം അവരുടെ കുഞ്ഞിന് ജീവനോടെ കിട്ടി. ഈ കൊല്ലം നടത്തിയ മോനെ 3 ദിവസം കൊണ്ട് ക്രൂരമായി കൊന്നവർ എക്സാമിന് എഴുതാൻ തയ്യാറായി അവർ കോളേജിൽ കയറി. ഞങ്ങളുടെ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമാണ് അത് സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന കുട്ടികൾ എങ്ങനെ എക്സാം എഴുതും? എന്തുദ്ദേശിച്ചാണ് അവർ പ്രാക്ടിക്കലോ അല്ലെങ്കിൽ ക്ലിനിക്കോ ഒന്നുമില്ലാതെ എന്ത് രീതിയിലാണ് എക്സാം എഴുതാൻ അനുവാദം കൊടുത്തത്? പരീക്ഷ എഴുതാൻ ജയിക്കുന്നവരൊക്കെ ഉണ്ട്, അത് ഞങ്ങൾക്കറിയാം. ഇതിപ്പോൾ ഈ കോഴ്സുകളൊക്കെ എങ്ങനെ പറ്റും? ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു, അടുത്ത മണ്ണത്തിലോട്ട് അവരെ പോയി കയറി 1-2 ദിവസമാണെങ്കിലും ഒരു ക്ലാസ്സിൽ കയറി, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു, എന്നിട്ടാണ് അവരെ സ്റ്റേ ചെയ്ത് നമ്മൾ നിർത്തിയത്. അപ്പോൾ ആർക്കാണ് അവരെ തിരികെ കയറ്റാനുള്ള അത്യാവശ്യം? യൂണിവേഴ്സിറ്റിക്കാണോ? അപ്പോൾ അത്രയും ധൈര്യം ഉണ്ട്. ആ കുട്ടികൾക്ക് ധൈര്യം കൊടുക്കുന്നത് ആരാണോ? ഇനിയും റാഗിങ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനിയും റാഗിങ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നാണ് ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ അമ്മ പറയുന്നത്. അതിലൊരു വലിയ വേദനയുണ്ട്. ഇവിടെ